Hi everyone, this is Rinsi from Grow Malayalam channel. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സെക്ടർ ഇന്ത്യൻ ഇക്കോണമിയുടെ ബാക്ക് ബോൺ എന്ന് മിക്കപ്പോഴും അറിയപ്പെടുന്ന ഒരു സെക്ടറാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ GDP-യിലേക്ക് 29.2% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു സെക്ടർ. മാനുഫാക്ചറിംഗ് ഔട്ട്പുട്ടിന്റെ 36.2%, അതുപോലെ തന്നെ എക്സ്പോർട്ട് വോളിയത്തിന് 43.6% റെസ്പോൺസിബിൾ ആണ്. 60 മില്യൺ ആളുകൾക്ക് ജോലി നൽകുന്നുണ്ട്. എല്ലാ വർഷവും 1.3 മില്യൺ പുതിയ ജോലി നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ അബ്രോഡിലേക്കായിട്ട് 9000-ലധികം ക്വാളിറ്റി പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലേ? അപ്പോൾ നമ്മളിന്ന് MSME സെക്ടറിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ MSME എന്ന് പറഞ്ഞാൽ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. അപ്പോൾ MSME ക്ലാസിഫൈ ചെയ്തേക്കുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറിക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ ആനുവൽ ടേൺ ഓവർ അനുസരിച്ചാണ്. ഇപ്പം SMEസിന് അവരുടെ ലോ ഇൻവെസ്റ്റ്മെന്റ് റിക്വയർമെന്റ്, ഫ്ലെക്സിബിൾ ഓപ്പറേഷൻസ്, ഹോം ഗ്രോൺ ടെക്നോളജി ഡെവലപ്മെന്റ് എബിലിറ്റി വഴി എക്കണോമിക് ഗ്രോത്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് SME IPO എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. രണ്ടാമത് SME IPO അതുപോലെ തന്നെ മെയിൻ IPO തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത് നമ്മൾ നോക്കുന്നതാവും. ലാസ്റ്റ്ലി ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ആദ്യം നമുക്ക് എന്താണ് SME IPO എന്നുള്ളത് നോക്കാം. അപ്പോൾ IPO എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലേ? ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ്, അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം റേസ് ചെയ്യാനായിട്ട് കമ്പനികൾ അവരുടെ ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്യും. അതിനാണ് നമ്മൾ IPO നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ SME IPO എന്ന് പറഞ്ഞാൽ SMEs സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പണം റേസ് ചെയ്യാനായിട്ട് അവരുടെ ഷെയർസ് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്നതാണ്. അപ്പോൾ SMEന്റെ ഗ്രോത്തും അതുപോലെ തന്നെ ക്യാപിറ്റൽ നീഡ്സും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനേക്കാളും എക്സീഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത്. ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ BSE SME പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ NSE എമേർജിൽ സ്പെസിഫിക് ആയിട്ട് SME IPOs ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു SME IPOയ്ക്ക് ശേഷം കമ്പനിയുടെ സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്യപ്പെടുകയും പബ്ലിക്കിന് ട്രേഡ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് SME IPOന്റെ റിക്വയർമെന്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ വലിയ കമ്പനികൾക്കുള്ള അത്രയും വലിയ സ്ട്രിക്ട് റെഗുലേഷൻ ഒന്നും SME IPOയ്ക്കില്ല. അപ്പോൾ BSEയിലെ SME പ്ലാറ്റ്ഫോം പ്രകാരമുള്ള ക്രൈറ്റീരിയ നോക്കണം. അപ്പോൾ പോസ്റ്റ് ഇഷ്യൂ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 25 കോടിയിൽ കൂടാൻ പാടില്ല. നെറ്റ് ടാഞ്ചിബിൾ അസറ്റ് കുറഞ്ഞത് 1.5 കോടിയെങ്കിലും ആവണം. ഒരു പോസിറ്റീവ് നെറ്റ്വർക്ക് ട്രാക്ക് റെക്കോർഡ് എന്തായാലും ഉണ്ടാവണം. കമ്പനിക്ക് ഒരു സോളിഡ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഹിസ്റ്ററി ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ കമ്പനിക്ക് ഒരു 3 ഇയർ ഓപ്പറേറ്റിംഗ് ഹിസ്റ്ററി ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിലിറ്റിയോടെ നല്ലൊരു ഫൈനാൻഷ്യൽ ബാക്കപ്പ് വേണം. അതുപോലെ തന്നെ SME IPOയ്ക്ക് ക്വാളിഫൈ ആവാനുള്ള ഒരു പോസിറ്റീവ് നെറ്റ്വർത്തും വേണം. ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ റിക്വയർമെന്റ്സ് അല്ലാതെ വേറെ ഒരുപാട് ഓപ്പറേഷനിൽ റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ബ്രോക്കിംഗ് അതുപോലെ മൈക്രോ ഫൈനാൻസ് കമ്പനികളുടെ സ്പെഷ്യൽ ക്രൈറ്റീരിയ. അപ്പോൾ SME IPO ലോഞ്ച് ചെയ്യും മുമ്പ് SMEs ഇത് ഫുൾഫിൽ ചെയ്യണം. ഇനി നമുക്ക് SME IPOന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ കമ്പനിക്ക് ക്യാപിറ്റൽ ആക്സസ് ലഭിക്കുന്നതാണ്. അപ്പോൾ പബ്ലിക് ഫൈനാൻസിങ് വഴി ഫണ്ട് റേസ് ചെയ്യാനുള്ള ഓപ്ഷൻ SMEസിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു പ്രൈവറ്റ് ഫൈനാൻസിങ് അല്ലെങ്കിൽ ബാങ്ക് ലോണിലേക്കൊന്നും ചുരുങ്ങേണ്ട ആവശ്യമില്ല. ഇനി ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രസൻസ് അതുപോലെ കോർപ്പറേറ്റ് റെപ്യൂട്ടേഷൻ ഒക്കെ കൂടും. സോ ഇതുവഴി സപ്ലൈസ് അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു അറ്റൻഷൻ ലഭിക്കും. ഇനി അടുത്ത് ഷെയർ ഹോൾഡേഴ്സിനുള്ള ലിക്വിഡിറ്റി ആണ്. അപ്പോൾ എക്സ്ചേഞ്ചിൽ ഷെയർ ട്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ ഷെയർസ് പെട്ടെന്ന് വിൽക്കാമെന്നാണ്. ഇനിയിപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി ട്രാൻസ്പെറൻസി അതുപോലെ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ അതുവഴി കമ്പനിയുടെ വാല്യുവേഷൻ കൂടാനൊക്കെ കാരണമാണിത്. അപ്പോൾ IPO വഴി SMEs എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ ബോണസ് ഒക്കെ ഓഫർ ചെയ്യും എംപ്ലോയീസിനായിട്ട്. ഇനി നമുക്ക് SME IPOയുടെ ചലഞ്ചുകൾ അതുപോലെ തന്നെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരുപാട് കോസ്റ്റ് വരും എന്നാണ്. അപ്പോൾ പബ്ലിക്കായിട്ട് മാറുമ്പോൾ അണ്ടർ റൈറ്റിംഗ്, ലീഗൽ അതുപോലെ അക്കൗണ്ടിങ് സർവീസുകളായിട്ട് ഒരുപാട് കോസ്റ്റ് വരും. അപ്പോൾ അത് വലിയൊരു ഫൈനാൻഷ്യൽ ബേർഡൻ ആവാം SMEസിന്. ഇനി അടുത്ത IPO പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ നിന്ന് കമ്പനിയുടെ ഫോക്കസ് ഒക്കെ മാറിപ്പോകാം ഇത് കാരണം. ഇനിയിപ്പം IPOയുടെ സമയത്ത് SMEസിന് നല്ല രീതിയിൽ മാർക്കറ്റ് വോളറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഇത് അവരുടെ വാല്യുവേഷനെയൊക്കെ ബാധിക്കാം. അതുപോലെ തന്നെ പബ്ലിക് ഓഫറിംഗ് വഴി റേസ് ചെയ്ത എമൗണ്ടിൽ ഇത് ബാധിക്കാം. ഇനി അടുത്ത് ലിക്വിഡിറ്റി കൺസേൺസ് ആണ്. അപ്പോൾ SMEസിൻ്റെ ഷെയർസിന് ലിക്വിഡിറ്റി കുറവാണ്. അതായത് വലിയ കമ്പനികൾ ഷെയർസ് വിൽക്കുന്ന പോലെ ഇവരുടെ ഷെയർസ് നമുക്ക് വിൽക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇപ്പോൾ നിങ്ങളെ എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് കമ്പനിയുടെ സൈസ് ഒഴിച്ച് മെയിൻ ബോർഡ് IPO അതുപോലെ തന്നെ SME IPO തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ കമ്പനി സൈസ് പറയാം. അപ്പോൾ ഒരു ടിപ്പിക്കൽ IPO വരുന്നത് 10 കോടിയിൽ കൂടുതൽ പോസ്റ്റ് ഇഷ്യൂ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉള്ള കമ്പനിക്കാണ്. അതേസമയത്ത് SME IPOയ്ക്ക് മാക്സിമം 25 കോടിയാണ്. ഇനി വാല്യുവേഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് IPOയിൽ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് സെബി റിവ്യൂ ചെയ്യും. അതേസമയത്ത് SME IPOയ്ക്ക് അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുക്കുന്നത്. ഇനിയിപ്പോൾ ഒരു റെഗുലർ IPOയ്ക്ക് മിനിമം 1000 അലോട്ടീസ് വേണം. അതേസമയത്ത് SME IPOയ്ക്ക് കുറഞ്ഞത് 50 അലോട്ടീസ് വേണം. ഒരു സ്റ്റാൻഡേർഡ് IPOന്റെ ആപ്ലിക്കേഷൻ എമൗണ്ട് വരുന്നത് 10,000 മുതൽ 15,000 ഇടയ്ക്കാണ്. അപ്പോൾ SME IPOയ്ക്ക് ആപ്ലിക്കേഷൻ എമൗണ്ട് കൂടുതലാണ്. നോർമലി 1 ലക്ഷത്തിലധികമാണ് ഒരു ലോട്ടിന്. ഇനിയിപ്പം അണ്ടർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഒരു IPOയുടെ ഫൈനാൻഷ്യൽ റിസ്ക് ഏറ്റെടുക്കുന്നതാണ്.
അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വാങ്ങാത്ത ഷെയർസ് അവർ വാങ്ങിക്കൊള്ളാമെന്ന് സമ്മതിക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ SME IPOന്റെ കോൺടെസ്റ്റിൽ കംപ്ലീറ്റ്ലി അണ്ടർ റൈറ്റിംഗ് ചെയ്യും. അപ്പോൾ മെർച്ചന്റ് ബാങ്കേഴ്സ് നിർബന്ധമായിട്ട് ഇഷ്യൂവിൻ്റെ 15%. അപ്പോൾ സ്റ്റാൻഡേർഡ് IPOയ്ക്ക് ഫുൾ അണ്ടർ റൈറ്റിംഗിൻ്റെ ആവശ്യമില്ല. 75% കമ്പൽസറി സബ്സ്ക്രിപ്ഷൻ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബയേഴ്സിലേക്കാണ്. SME IPOയിൽ ഷെയർ ഹോൾഡേഴ്സിന് ഇൻഡിവിജ്വലി ഷെയർസ് വിൽക്കാൻ വേണ്ടി സാധിക്കില്ല. അവർ മൊത്തം ലോട്ട് വിൽക്കണം. അപ്പോൾ അതേസമയത്ത് ഒരു സ്റ്റാൻഡേർഡ് IPOയിൽ ഷെയർ ഹോൾഡേഴ്സിന് അവർ ഷെയർസ് സെക്കൻഡറി മാർക്കറ്റിൽ ഇൻഡിവിജ്വലി വിൽക്കാം. അപ്പോൾ പോസ്റ്റ് IPOയ്ക്ക് ശേഷം SMEs ഹാഫ് ഇയർലി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതേസമയത്ത് സ്റ്റാൻഡേർഡ് IPO എടുക്കുന്ന കമ്പനികൾ ക്വാർട്ടർലി റിപ്പോർട്ട്സ് സബ്മിറ്റ് ചെയ്യണം. ഇനി ഗ്രോയിൽ എങ്ങനെ നമുക്ക് SME IPOയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രോയിൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ SME IPOയ്ക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിന് ഒന്നെങ്കിൽ UPI വഴി അല്ലെങ്കിൽ HNI ഇൻഡിവിജ്വൽസ്, അതായത് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസിന് ASBA ഫെസിലിറ്റി വഴി ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗ്രോയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗ്രോ ആപ്പ് നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് ഏത് SME ആണ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് അത് സെർച്ച് ബാറിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക. കമ്പനി നെയിം നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് IPO ഓപ്ഷൻ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ എത്ര ഷെയർസാണ് നിങ്ങൾ ബിഡ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഷെയർസൊക്കെ എത്ര രൂപയ്ക്ക് വാങ്ങാനാണ് താല്പര്യപ്പെടുന്നുള്ളതും കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങളോട് UPI ID ചോദിക്കുന്നതാവും. ഇത് പേയ്മെൻ്റ് ആയിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലിങ്ക്ഡ് ആയിരിക്കും. ഇനി നിങ്ങൾ കൊടുത്തേക്കുന്ന UPI ID വഴി IPOയ്ക്കുള്ള ബിഡ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഫൈനലി നിങ്ങളുടെ UPI ആപ്പിലേക്ക് പോകുക. എന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ചേക്കുന്ന പേയ്മെൻറ്റ് നിങ്ങൾ അപ്രൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബിഡ് എമൗണ്ട് IPOയ്ക്കായിട്ട് ബ്ലോക്ക്ഡ് ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ മാത്രമേ പണം നിങ്ങളുടെ ട്രാൻസ്ഫർ ആവുള്ളൂ. ഇനി SME IPOയ്ക്ക് അപ്ലൈ ചെയ്യും മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ചില SMEs ഒക്കെ പോസ്റ്റ് IPOയ്ക്ക് ശേഷം നല്ല റിട്ടേൺസ് നേടിയിട്ടുണ്ട്. ചിലതൊക്കെ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. സോ ഇൻവെസ്റ്റേഴ്സ് വോളറ്റിലിറ്റി അതുപോലെ നഷ്ടസാധ്യതയ്ക്ക് തയ്യാറായിരിക്കണം. അപ്പോൾ പല ചെറിയ ബിസിനസ്സുകളും എസ്റ്റാബ്ലിഷ് മാർക്കറ്റുകളിൽ കോമ്പീറ്റ് ചെയ്യാറുണ്ട്. ലൈക്ക് ഇപ്പോൾ ലോജിസ്റ്റിക്സ്, സ്റ്റീൽ, അതുപോലെ തന്നെ IT. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ SMEസിൻ്റെ കോമ്പറ്റേറ്റീവ് എഡ്ജ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ്. പല ലോട്ട് സൈസ് അതുപോലെ ലിക്വിഡിറ്റി ഒക്കെ കുറവായതുകൊണ്ട് നമ്മൾ SMEസിൻ്റെ വാല്യൂഷൻ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പുതിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഹൈ ഡിമാൻഡ് വരുമ്പോൾ ഒക്കെ വിലയൊക്കെ പെട്ടെന്ന് ഇൻഫ്ലേറ്റ് ചെയ്യാം. അപ്പോൾ വലിയ കമ്പനികളിലൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ SMEസിന് റെഗുലേഷൻ വളരെ കുറവാണ്. അപ്പോൾ എക്സ്ചേഞ്ചുകൾ SME IPO ഫയലിംഗ് റിവ്യൂ ചെയ്യും. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗ് റിക്വയർമെൻറ്റ്സ് ഒന്നും അധികം സ്ട്രിക്റ്റ് അല്ല ഇവിടെ. ഇപ്പോൾ ട്രാൻസ്പെറൻസി കുറവായതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഇത് കൂടുതൽ റിസ്ക് ആയിരിക്കും ഇവിടെ. ഇനി 2023 SME IPO പെർഫോമൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ 2023 ഏകദേശം 100 SME ഫേമുകൾ 2600 കോടിയോളം റേസ് ചെയ്തുകൊണ്ട് 2018 റെക്കോർഡ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ 26 SME IPOs ലിസ്റ്റിംഗ് തൊട്ട് 100% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത്, ക്യാപിറ്റൽ നിങ്ങളുടെയാണ്, റിവാർഡ്സ് നിങ്ങളുടെയാണ്, റിസ്ക് നിങ്ങളുടെയാണ്, അതുപോലെ തന്നെ നഷ്ടവും നിങ്ങളുടെ തന്നെ ആവാം ഇവിടെ. സോ നിങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കണം. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് SME IPOസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. സോ നിങ്ങളൊരു SME IPOയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് റിസ്കി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമൻസിൽ നിങ്ങൾക്ക് അത് പറയാം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് ചെയ്തേക്കുന്നത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റെയിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.